ഇതാണോ വീട്? ഇതേ പുറത്തുനിന്ന് നോക്കിയിട്ടാ, അകത്തുനിന്ന് പുറത്തേക്ക് നോക്കിയ ഒരു വിശാലായ ലോക. അല്ല അല്ല വിശാലായിട്ടുള്ള മുറിയാ. എടാ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഏട്ടത്തെയും ഒന്ന് കേറി കാണ്, കണ്ട ഞെട്ടും. അത് ഇവിടെ വല്ല പ്രേതബാധയുണ്ടോ? ഏയ്, അങ്ങനൊരു ബാധ ഈ പ്രദേശത്തേക്ക് അടിക്കില്ല. അതിനേക്കാൾ വലിയ ബാധകൾ ഓടിച്ചാൽ നടക്കുന്ന സ്ഥലമാ. പിന്നെ അവരടുക്കോ? എന്തായാലും ഞാനൊന്ന് കാണട്ടെ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ നോ പറയേ. വരണോ അകത്തേക്ക്? അല്ല അച്ഛനെ, വീഡിയോ കാണുന്നില്ലേ? അതെ, ഏട്ടത്തി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാലേ വാടക കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കും, കട്ടിക്ക് കൂടെ നിന്നോളണം. ശരി ബ്രോക്കറെ. കമലൻ, അതാണ് എന്റെ പേര്. ഇനി പറഞ്ഞില്ല കേട്ടോ. ഓ ആയിക്കോട്ടെ. ഇത് സ്വിച്ച് ഒന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ. അതിനെ സ്വിച്ച് ഇതാ ഏട്ടമ്മേ. ചുമരുകളൊക്കെ പെയിന്റ് പോയി മങ്ങിക്കിടക്കുക, പൊട്ടിപ്പൊളിഞ്ഞിട്ടുമുണ്ട്. നമുക്കതൊക്കെ ശരിയാക്കാം. ശരിയാക്കില്ലേ? എപ്പോഴാ അത്? അല്ല, അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു മെയിൻ്റെനൻസ് പണി നടത്തണമല്ലോ, അതൊക്കെ ഇവര് ശരിയാക്കി തരും. അഡ്വാൻസ് ഉണ്ടോ? പിന്നെ അഡ്വാൻസ് ഇല്ലായിരിക്കും. നിങ്ങൾ എത്രയാ ഉദ്ദേശിക്കുന്നത്? ഒരു 30,000. അത് നമുക്കൊരു 25,000 രൂപ ആയാലോ? അടുക്കള അവിടെ ഇല്ല. എന്താ ഉറക്കം വരുന്നുണ്ടോ? എന്തിനാ, കട്ടൻ വല്ലതും തിളപ്പിച്ചു തരാനാണോ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലോ കേട്ടോ. ഇത് വല്ലതും നടക്കുവോ? അതോ ഉറക്കം കളഞ്ഞത് വെറുതെ ആകുമോ? ഇത് നടത്തി തരാമെന്ന് പറഞ്ഞത് ഈ കമലനാ, അത് നടത്തി തന്നിരിക്കും. കാശിന്റെ കാര്യത്തിൽ കളക്ടർ ഇത്തിരി കട്ടിയാ. ചുമ്മാ ഇതൊക്കെ ചുമ്മാ വെറുതെ കാണിക്കുന്നതല്ലേ. നിങ്ങൾക്ക് കൈ നിറയെ കാശും കിട്ടും, എനിക്കും കിട്ടും അതുപോലെ തന്നെ. ഈ ഏട്ടത്തേമ്മ എനിക്കറിയാവുന്നതുപോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. കമല, നിനക്ക് ഞാൻ കമ്മീഷനൊന്നും തരത്തില്ല കേട്ടോ. അയ്യോ, ഈ വാടകയുടെ പകുതി ബ്രോക്കറിന് അവകാശപ്പെട്ടതാ, അതാണ് നിയമം. അങ്ങനെയാണെങ്കിൽ നീ ഓട്ടോ ഓടിക്കുന്നത് നിയമം നോക്കിട്ടാ? നിനക്ക് ലൈസൻസ് ഉണ്ടോ? അല്ല, എന്തായി, ഇഷ്ടപ്പെട്ടാ? വിഷ്ണുട്ടാ, നമുക്കൊരു 25,000 രൂപ പകുതിയും ഒരു 5,000 രൂപ വാടകയും ഓക്കെ ആണെങ്കിൽ നമുക്കിത് ഉറപ്പിക്കാം.